ഹലോ, ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം. ഈ അമ്പലം പലരും കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ കൂടി. അപ്പം ഇത് ഞങ്ങളുടെ നാട്ടിലെ തുമ്പക്കോട്ട് മലയിലെ കൃഷ്ണഗിരിയിലെ കൃഷ്ണ ക്ഷേത്രം കേട്ടോ. ഇവിടെ വെണ്ണക്കണ്ണനാണ് പ്രതിഷ്ഠ. അപ്പം അതാ ഈ അമ്പലം നിൽക്കുന്നൊരു സ്ഥലം കണ്ടില്ലേ, നല്ലൊരു അടിപൊളി സ്ഥലത്താണ്. ഏകദേശം മനസ്സിലാവില്ല എത്രത്തോളം മുകളിലാണ് ഈ അമ്പലം ഉള്ളതെന്ന്. ഇന്നിപ്പം മഴയും കാര്യമൊക്കെ ആയതുകൊണ്ടാണ് കോടയൊക്കെ കുറവ്. അല്ലെങ്കിൽ നമുക്ക് കോട കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റില്ല, അത്രയും കോടയൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. ഇതാ എങ്ങനെയുണ്ട് നോക്കിക്കേ. വീഡിയോയിൽ കാണുമ്പോൾ അത്രയൊന്നും ക്ലിയർ ഉണ്ടാവില്ല. കുറച്ച് ഇവിടെ ഗണപതി ഹോമം നടത്തുന്നതിൻ്റെ പുകയും അങ്ങനെ കുറച്ച് കോടയല്ലാതെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് അത്രയൊരു ക്ലിയർ കുറവ് അവിടെ ഉള്ളത് ആ ഭാഗത്തേക്ക്. അപ്പോൾ ഇതാ ആനയോട്ട് നടക്കാൻ പോവാണ് ഇന്നിവിടെ. അപ്പം 2 ആനകളാണ്. ഇതാ ഒരാന മുമ്പിൽ വരുന്നുണ്ട്. ഏകദേശം ഈ നമ്മൾ കയറ്റമൊക്കെ മനസ്സിലാവുന്നില്ലേ, ആന വരുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ നിൽക്കുന്ന ആനേൻ്റെ അവിടെ വരെ വണ്ടികൾ വരും കേട്ടോ. പിന്നെ ജീപ്പൊക്കെ ആണെങ്കിൽ മുകളിലേക്ക് കയറി വരും. ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരത്തെയൊക്കെ ആണെങ്കിലും വണ്ടി ഒരുപാട് താഴെ വെച്ച് നടക്കണമായിരുന്നു. ഇപ്പം ഇതൊക്കെ കോൺക്രീറ്റ് റോഡായി, ഇപ്പോൾ ഒരു പാടുമില്ല. ആന നിൽക്കുന്ന ഈ താഴെ ഒരു ആന കണ്ടില്ലേ, അവിടെ വരെ വണ്ടി വരും. അങ്ങനെ ഇതാ ഒരാന അകത്ത് കയറി, ഇനി മറ്റേ ആനയും കൂടി വരാനുണ്ട്. അപ്പോൾ ഇവിടെ ആനയൂട്ടാന്ന് പറഞ്ഞില്ലേ, ആനയൂട്ടും ഗണപതി ഹോമം ഒക്കെ നേരത്തെ ഷീട്ടാക്കിയതും ഇപ്പോൾ ഷീട്ടാക്കി കൊണ്ടുവെക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 ആനകൾക്കാണ് ഇന്നിവിടെ ആനയൂട്ട് നടത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രൂട്ട്സുകളും അല്ലാതെ ചോറ് അങ്ങനെ എല്ലാം ഉണ്ട് ആനയ്ക്ക് കൊടുക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലെ ഇരുമ്പകം എന്ന് പറഞ്ഞ സ്ഥലം വരെ മെയിൻ റോഡ് കൂടെ പോകണം. പിന്നെ അവിടെ നിന്നാണ് തിരിയുന്നത്. തുമ്പക്കോട്ട് മലയിലെ കൃഷ്ണഗിരിയിലാണ്. അപ്പോൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യമൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരിക്കലെങ്കിലും ഈ അമ്പലത്തിൻ്റെ ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് ഇവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടി വരാം. പലരും ടൂറായിട്ടൊക്കെ കാരണം പല സ്ഥലത്തും പോകുന്നതല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ നാട്ടിലൊന്ന് വന്ന് ഇതുപോലൊരു മലയുടെ മുകളിലുള്ള ഈ അമ്പലമൊക്കെ ഒന്ന് കാണാൻ വരിക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇവിടെ വന്നിട്ടുള്ള ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാനിത് അമ്പലത്തിൻ്റെ പുറകുവശം കാണിച്ചിട്ട് കേട്ടോ. ബാക്കിൽ ഈ ഒരു കണ്ടോ, ഇതുപോലെയുള്ളൊരു കാഴ്ചകളാണ് ബാക്ക് വശത്തുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞി കുളം ഉണ്ട് കേട്ടോ, ഒരു ആലിലക്കുളം. ആലിനൊരു ഷേപ്പുള്ളതാണ്. അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഇപ്പോൾ അവിടെ കെട്ടി വെച്ചതാണ്. തെന്നലൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ, ഇന്ന് കുറച്ച് ആളുകൾ കൂടുതലുള്ള ദിവസമാണല്ലോ. അപ്പോൾ അതാ ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്, ഒന്ന് കാണാൻ വരണം എന്നൊക്കെ തോന്നുന്നില്ലേ. അങ്ങനെ ഇതാ ആനയോട്ടും കഴിഞ്ഞു. ലാസ്റ്റ് ഇവിടെ ദീപാരാധനയും കഴിഞ്ഞ് ഇനി പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് ഇതാ താഴെ അവിടെ അന്നദാനം നടക്കുന്നുണ്ട്. ആനകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇതാ പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാട്ടോ. അങ്ങനെ ഇതാ വണ്ടി കേട്ടോ, സ്കൂട്ടറൊക്കെ ഇവിടെ വരെ വരും കണ്ടോ. അങ്ങോട്ട് മുകളിലേക്ക് അവിടെ വരെ വരും. ആ ഒരു ബോർഡ് കണ്ടില്ല, അവിടെ വരെ വണ്ടികൾ വരും. പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. ഇതാ ഇവിടെ വരെ ആ കോൺക്രീറ്റ് റോഡാണ്. ആദ്യമൊക്കെ ഇതൊക്കെ നടക്കണേന്നോ, താഴെ വണ്ടി വെച്ചിട്ട് ഇത്രയും ദൂരം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നു. പക്ഷെ ഇപ്പം എന്തോ ഇപ്രാവശ്യമില്ല, ഇപ്പോൾ കുറച്ചായി ഈ റോഡ് ഇങ്ങനെ ആകിയിട്ട്. അപ്പോൾ ഇതാ നമുക്ക് താഴോട്ട് പോവാം. എങ്ങനെയുണ്ട് കയറ്റം, മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. വണ്ടിയിലിരുന്നിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. നല്ല കുത്തനുള്ള കയറ്റം കേട്ടോ. സ്കൂട്ടറൊക്കെ ആയിട്ട് പോരുമ്പോൾ എനിക്ക് പേടിയാട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങോട്ട് വണ്ടി കയറ്റുകയില്ല. അങ്ങനെ ഇതാ താഴോട്ട് പോയിക്കൊണ്ടൊക്കെ. ഇതിൻ്റെ താഴെയാണ് നമ്മളെ ഇവിടുത്തെ IT കോളേജ് വരുന്നത്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം ഉണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ നാട്ടിലേക്ക് വരണം എന്നൊക്കെ തോന്നുന്നില്ലേ. അപ്പം എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. IT കോളേജ് ഇതാ കാണിച്ചു തരാം. പിന്നെ ആനകൾക്ക് പോകാനുള്ള വണ്ടികളൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ തിരുവമ്പാടിയിലെ IT കോളേജ്. ഉദ്ഘാടനം അടുത്ത ദിവസം ഉണ്ട്. നല്ല അടിപൊളിയല്ലേ. ഇപ്പം തിരുവമ്പാടി അങ്ങാടിയിലാട്ടോ, അവർ വാടകയ്ക്കുള്ളൊരു കെട്ടിടത്തിലാണ്. അങ്ങനെ ഇതാ ആനകളൊക്കെ പോകാൻ റെഡിയായി. വണ്ടി ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഞങ്ങളും പോവാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ.